സ്റ്റേജിലേക്ക് അരവിന്ദ് കെജ്രിവാൾ വരുന്നതിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അരവിന്ദ് കെജ്രിവാളിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് മാധ്യമങ്ങൾ തലക്കെട്ടാക്കിയത്. അതേസമയം രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ റായ്ബറേലിയിലേക്ക് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. മെയ് 20 അവിടെ തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ഒരു പ്രധാന വാർത്ത, ഇന്ന് ആൾക്കൂട്ടം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു എപ്പോഴാണ് വിവാഹം കഴിക്കുന്നത് എന്ന്. ഉടനെ പ്രിയങ്ക ഗാന്ധി അതേ സംബന്ധിച്ച് അഭിപ്രായം പറയണം എന്ന് രാഹുൽ ഗാന്ധിയോട് പറയുകയും തൻ്റെ കല്യാണം പെട്ടെന്ന് ഉണ്ടാകുകയും ചെയ്തു. ജൽദി കർണി പടേഗി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അധികം പെട്ടെന്ന് അദ്ദേഹം വിവാഹിതനാകും എന്നൊക്കെയുള്ള ഒരു തമാശ, അതാണ് പ്രധാനമായി വന്നത്. പക്ഷേ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലം മറ്റിടങ്ങളിലെ പോലെ മറ്റു തവണത്തെ പോലെയല്ല. ഒരു തവണ അദ്ദേഹം അമേഠിയിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയത്തിൽ നിന്ന് അദ്ദേഹം പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. റായ്ബറേലിയിൽ അദ്ദേഹം നല്ല രീതിയിൽ പ്രചരണ രംഗത്ത് ഏർപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഈ സന്ദർഭത്തോട് കൂട്ടി യോജിച്ച് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടുത്തെ BJP സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് പിളർന്നു വന്നിട്ടുള്ള ഒരു ദിനേശ് പ്രതാപ് സിംഗ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ദിവസം ഈ ദിനേശ് പ്രതാപ് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനായി കയറിയ സമയത്ത് അദ്ദേഹം പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയുള്ള കസേലയിൽ ചെയറിൽ അവിടെ അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് ഒരു വയസ്സായ ഒരാൾ അവിടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടെന്ന് കരുതി ഒഴിഞ്ഞ ഇപ്പുറത്തെ കസേലയിൽ വന്നിരിക്കുകയും അത് പിന്നീട് പ്രിയങ്ക ഗാന്ധിയുടെ കസേലയാണ് സീറ്റാണെന്ന് തിരിച്ചറിയുകയും. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നിട്ട് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഞങ്ങളുടെ സീറ്റ് തട്ടിയെടുക്കാനാകില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അത് പിന്നെ ഒരു ചെറിയ രാഷ്ട്രീയ തർക്കത്തിലേക്കൊക്കെ വന്നു. കാരണം ഇദ്ദേഹം റായ്ബറേലിയിലെ ഇതിനു മുമ്പും അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ റായ്ബറേലി സീറ്റിനെ കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് എന്ന് കണക്കാക്കിക്കൊണ്ട് ദിനേശ് പ്രതാപ് പറഞ്ഞു നിങ്ങളുടെ സീറ്റ് അപകടത്തിലാണ് എന്ന് ഒരു തർക്കം തുടങ്ങി. അപ്പം അങ്ങനെയാണെങ്കിലും തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന് ഇവർ പറഞ്ഞൊരു തർക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റായ്ബറേലി ഒരു അഭിമാന പോരാട്ടമാണ്. അവിടെ കൂടി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ അത് കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ പതനത്തിൻ്റെ തുടക്കമാകും എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം. അതുകൊണ്ട് അദ്ദേഹം അവിടെ കൂടുതൽ ശക്തമായി പ്രചരണ രംഗത്തേക്ക് വരുന്നു. അതേസമയം മറ്റൊരു സംഭവം ഉണ്ടായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ അകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. അവിടുത്തെ രാജ്യസഭാ അംഗം സ്വാതി മാലിവാൾ ചെന്ന് ഒരു പരാതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ അവരെ ആക്രമിച്ചു എന്നൊക്കെ. അപ്പോൾ അതും BJP ഒരു വലിയ വിഷയമാക്കി അങ്ങോട്ട് ഉന്നയിക്കുന്നു. അതേസമയം കെജ്രിവാൾ തൻ്റെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ആ രാഷ്ട്രീയ ആക്രമണം അങ്ങനെ തന്നെ തുടരുന്നു. അത് വളരെ ശക്തമായി അദ്ദേഹം തന്നെ ജയിലിൽ പോലും നരേന്ദ്രമോദി CCTV ക്യാമറകൾ ഉപയോഗിച്ച് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു തുടങ്ങിയ പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി ആകട്ടെ വളരെ ജോവിയലായി അദ്ദേഹത്തിൻ്റെ ഇന്ന് മാർച്ച് അദ്ദേഹത്തിന്റെ റാലി സംഘടിപ്പിക്കുന്നു. നമുക്ക് കള്ളിവയൽ പോയിട്ടില്ല, നമുക്കൊപ്പം ഉണ്ട് അദ്ദേഹം. ശ്രീ ജോർജ് കള്ളിവയൽ, ഇപ്പോൾ കേജ്രിവാളിന്റെ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ തവണ നമുക്കറിയാം ഡൽഹിയിലെ ഒക്കെ BJPക്ക് 50% വോട്ട് നേടി കൃത്യമായി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളാണ്. കേജ്രിവാളിന്റെ മടങ്ങിവരവ് ദില്ലിയിലേത് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ BJPയെ സംബന്ധിച്ച് കൂടുതൽ കടുപ്പമേറിയതാക്കുമോ? അല്ലെങ്കിൽ തന്നെ ഈ കഴിഞ്ഞ തവണത്തെ ഒരാവർത്തനം BJP പോലും പ്രതീക്ഷിക്കുന്നില്ല, ഈ ഇടങ്ങളിൽ ചിലയിടങ്ങളിൽ തിരിച്ചടി ഉണ്ടാകും, അതുകൊണ്ടാണ് തെക്കേ ഇന്ത്യ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അവർ പ്രചരണവും നടത്തിയത്. അപ്പോൾ ഡൽഹിയിൽ എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേജ്രിവാൾ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമോ? ഒരു സംശയവും വേണ്ട, ഇതൊരു മാറ്റം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇത്തവണ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് മാറ്റം വരുന്നത് ഈ ഡൽഹി, പഞ്ചാബ്, ഹരിയാന, UPയുടെ ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം ഈ ഒരു അവിടെ ആം ആദ്മി പാർട്ടിക്ക് അത്യാവശ്യ ശക്തി ഉണ്ട് തന്നെ. അവിടെ അതിനേക്കാളേറെ ഇതൊരു മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ 7 ഡൽഹിയിലേത് BJPക്കാണ് കിട്ടിയ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. ഇത്തവണ അത് എന്തായാലും BJP പോലും പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് തിരിഞ്ഞു കുത്തുവോ? നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കണ്ടതുപോലെ 7 പോലും പുറത്തോട്ട് പോകുമോ? ചുരുങ്ങിയ പക്ഷം ഒരു 4 സീറ്റെങ്കിലും BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹരിയാനയിലും സ്ഥിതി അതാണ്. 10ൽ 10ഉം BJPയുടെ സ്വന്തമാണ്. അവിടെ BJPക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അവർ പല സംസ്ഥാനങ്ങളിലും സാച്ചുറേഷൻ. ഗുജറാത്ത് 25, ഉത്തരാഖണ്ഡിലെ മുഴുവൻ സീറ്റുകൾ, ഹരിയാനയിലെ മുഴുവൻ സീറ്റുകൾ, ഡൽഹിയിലെ മുഴുവൻ സീറ്റുകൾ, UPയിലാണെങ്കിലും 61 സീറ്റുകളടക്കം 72 സീറ്റുകൾ സഖ്യകക്ഷികളടക്കം 80ൽ മഹാഭൂരിപക്ഷ സീറ്റുകൾ, മഹാരാഷ്ട്രയിലെ മഹാഭൂരിപക്ഷ സീറ്റുകൾ, നമുക്കറിയാം രാജസ്ഥാനിലെ മുഴുവൻ സീറ്റുകൾ, മധ്യപ്രദേശിലെ 1 സീറ്റ് ഒഴികെയുള്ള എല്ലാ സീറ്റുകളും, കർണാടകയിലെ 1 സീറ്റ് ഒഴികെയുള്ള ഈ പ്രധാന സംസ്ഥാനങ്ങളിലൊക്കെ
BJP സാച്ചുറേഷനിലല്ല മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയെടുത്തുനിന്ന് പുറകോട്ട് പോകാനേ പറ്റൂ, മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലനിർത്തുക എന്ന് പറയുന്നത് ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ നിലനിർത്തിയതുപോലെ ഇത്തവണ എളുപ്പം. കാരണം ഇത്തവണ അത്തരം വിഷയങ്ങളൊന്നും ഏൽക്കുന്നില്ല പലതും. ശ്രീ ജോർജ് കള്ളിവയൽ, താങ്കൾ സൂചിപ്പിച്ച് ഡൽഹി ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖല എന്ന് പറയാം. പഞ്ചാബിൽ പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഒരു സീറ്റ് അവർ ജയിച്ചതുകൊണ്ട് വേണമെങ്കിൽ കൂടുതൽ അവിടെയും സാധ്യതകൾ കൽപ്പിക്കാം. പക്ഷേ ഉത്തർപ്രദേശിൽ ഈ രാം ജന്മഭൂമി വിഷയം ഇത്രമാത്രം വലിയ ഒരു ടെമ്പോ സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നടത്തി, അത് ജനങ്ങളെ സ്വാധീനിക്കില്ലേ? അവിടെ കൂടുതൽ വോട്ട് വർദ്ധിക്കാനും ഇത്തവണ സീറ്റ് വർദ്ധിക്കാനുമുള്ള സാധ്യതയാണ് എന്ന ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഈ രാം ജന്മഭൂമി ബാബരി ഈ ക്ഷേത്രം ഒക്കെ അതിൻ്റെ ശിലാന്യാസം ഒക്കെ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ആ പ്രാൺ പ്രതിഷ്ഠയൊക്കെ ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് കാണുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? അവിടെ മാറ്റമുണ്ടാകും? BJPക്ക് അനുകൂലമായൊരു ഒരു തീരുമാനം ജനങ്ങൾ നേരത്തെ എടുത്തിട്ടില്ലേ? UP ഭൂരിപക്ഷം സീറ്റിലും BJPയും മോഡിയും തന്നെ വരാനാണ് സാധ്യത ഇത്തവണയും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ നമുക്കറിയാം, കഴിഞ്ഞ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പ്രധാനപ്പെട്ട ഒരു നേതാവ് രാമനാണ്, ശ്രീരാമനാണ് പ്രധാന വിഷയം. രണ്ടാമത്തെ മുസ്ലിം വിരുദ്ധതയോ പാകിസ്ഥാനും മുസ്ലിമും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ കുറച്ചു കാലമായിട്ട് സജീവമാണ്. മറ്റു വിഷയങ്ങളെക്കാൾ ഏറെ, അതായത് ഇന്ത്യയുടെ വികസനമോ വളർച്ചയോ അല്ലെങ്കിൽ ജനക്ഷേമമോ തൊഴിലില്ലായ്മയോ വിലക്കയറ്റമോ കാർഷിക പ്രതിസന്ധിയോ അതിനേക്കാളൊക്കെ മുകളിലാണ് രാമനും മുസ്ലിം പ്രകടനവും അല്ലെങ്കിൽ നമ്മുടെ പാകിസ്ഥാനും ഒക്കെ ഇന്ത്യയിൽ വന്ന് കളിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിൽ അതെല്ലാം തുടർച്ചയായിട്ട് ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര അവിടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ ഉത്തർപ്രദേശിൽ ആ ശക്തി നിലനിൽക്കും, ബീഹാറിൽ JDUവുമായുള്ള സഖ്യം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ 40 സീറ്റുകളിൽ കഴിഞ്ഞ തവണ നേടിയ ആ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്നല്ലേ കരുതുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ ഇത്തവണ NCPയെ ഭിന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ ഒരു നേട്ടമായി ഈ മഹാരാഷ്ട്രയിലും ബീഹാറിലും വരില്ലേ? മധ്യപ്രദേശിൽ സ്വാഭാവികമായി ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കണ്ട വിജയം ആവർത്തിക്കില്ലേ? അതേപോലെ രാജസ്ഥാനിൽ യുപിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കുറയും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. സമാജ്വാദി പാർട്ടിക്ക് സീറ്റ് കൂടിയിരിക്കും. കോൺഗ്രസിന് റായ്ബറേലി നിലനിർത്തുക മാത്രമേ കിട്ടാൻ കഴിയുള്ളൂ, വേറൊന്നും കിട്ടാൻ സാധ്യത ഞാൻ കാണുന്നു. അതല്ല മഹാരാഷ്ട്രയിലെ സ്ഥിതി. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇപ്പോഴുള്ള കോൺഗ്രസ് NCP ശിവസേന സഖ്യം വൻ വിജയമാണ് നേടിയത്, ചെറിയ വിജയമാണ്. അതായത് ജനങ്ങൾ കൂടുതലും വോട്ടർമാർ കൂടുതലും ഇപ്പോഴാ എന്തായാലും BJP ശിവസേനയുടെ മുറിവും അജിത് പവാറിന്റെ NCPയും കൂടെ ഉണ്ടെങ്കിലും ആ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റുകൾ മഹാരാഷ്ട്രയിൽ കിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഒരു 10-25 വർഷമായിട്ട് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തെ അടുത്ത് നിന്ന് കാണുന്ന പലതവണ മഹാരാഷ്ട്രയിൽ പോയിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ. അല്ല, ഞാനും അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അങ്ങേക്ക് ഒരു പക്ഷേ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകും. ഈ NCP പൂർണ്ണമായും ഇനി പതുക്കെ BJPയിലേക്ക് വരാനുള്ളൊരു നീക്കം ആദ്യഘട്ടത്തിൽ തന്നെ BJP നടത്തിയിരുന്നു എന്നൊക്കെ ചില വിവരങ്ങളൊക്കെ കേട്ടിരുന്നു. ഒപ്പം അത് പിന്നെ ശരത് പവാറിനെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമവും നടന്നിരുന്നു. ഒരു പക്ഷേ അദ്ദേഹം പിന്നീട് അതൊന്ന് പിന്മാറി അതിൻ്റെ ഭാഗമായാണ് ഈ പിളർപ്പുണ്ടായത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ NCPയെ അത്രമാത്രം അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? കാരണം ഈ YSR കോൺഗ്രസിനെ പോലെ ഈ NCP അതുപോലെ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ കോൺഗ്രസുമായി എതിർത്ത് പുറത്തു വന്ന് അവർക്കെതിരെ എന്ന തരത്തിൽ രൂപം കൊണ്ട പാർട്ടികളാണ്. ഇപ്പോൾ കെജ്രിവാൾ പോലും അത്തരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പോലും അവരെയൊക്കെ ചാക്കിടാനുള്ള ശ്രമം ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. അധികാര രാഷ്ട്രീയമാണ് ഈ ചെറുകിട പാർട്ടികളെ ഏറ്റവും കൂടുതൽ നയിക്കുന്നത്. അത് ആരങ്ങോട്ട് മാറുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ പഴയ പോലെ മോദിയും അമിത്ഷായും പേടിപ്പിച്ചാൽ എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടം മാറിയിരിക്കും. കാരണം നമുക്കറിയാം, ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെ ഇറക്കാനും ഒരു MLA എങ്കിലും മറിക്കാനും ഇത്ര കാലവും ശ്രമിച്ചിട്ട് ഇവർക്ക് പറ്റിയിട്ടില്ല. കർണാടകയിലെ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കും, ഒരു കൊല്ലത്തിനകം അത് പോയിരിക്കുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രമന്ത്രി എന്നോട് പറഞ്ഞു. പക്ഷെ നടന്നില്ല. പഴയ പോലെ
പഴയ പോലെ ഭീഷണി കൊണ്ട്, കാരണം ഈ ഭീഷണി വന്നതുകൊണ്ട് ഒരു കുഴപ്പം പറ്റിയത് പ്രതിപക്ഷ പാർട്ടികൾക്ക് എടാ ഈ മോദിയെ അമിത്ഷായെയും പുറത്തിറക്കിയാലേ നമുക്ക് രക്ഷയുള്ളൂ എന്നൊരു തോന്നല് കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി അതാണ് ശ്രീമതി തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി അടക്കമുള്ളവര്, അല്ലെ ആം ആദ്മി പാർട്ടിയൊക്കെ കോൺഗ്രസിനെ തകർത്തിട്ട് വേണം അവർക്കൂടെ കയറാൻ. കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും അവർ തയ്യാറില്ലായിരുന്നു. എന്നിട്ടും 3 സീറ്റാണ് കൊടുത്തത്. ആകെയുള്ള 7-ൽ 3 സീറ്റ് കോൺഗ്രസിന് കൊടുത്തു. അവിടെ മുഴുവൻ സീറ്റും തന്നെ BJP ആം ആദ്മി ജയിച്ച് കോൺഗ്രസ് തകർന്നടിഞ്ഞ് ഒരു നിയമസഭയിൽ ഒരു പ്രാതിനിധ്യം പോലും ഇല്ലാത്ത പാർട്ടിക്ക് 3 ലോക്സഭാ സീറ്റുകളാണ് കൊടുത്തത് ആം ആദ്മി പാർട്ടി. അപ്പൊ അതൊക്കെ ഒരു മാറ്റങ്ങൾ നിങ്ങൾ കാണണം. തീർച്ചയായും അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ ചില തീരുമാനങ്ങളും കൂട്ടുകെട്ടുകളും ഉണ്ടാകുമെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ജൂൺ 4 ജനവിധിയുടെ അടിസ്ഥാനത്തിലിരിക്കും അത് തൂക്കുസഭയാണോ, ആർക്കാണ് മേധാവിത്വം. അത് ഇപ്പോഴും ആർക്കും പ്രതീക്ഷയുള്ള പോലെ തന്നെ ആശങ്ക 2 പക്ഷത്തുമുണ്ട്. പ്രതീക്ഷയേക്കാൾ ഏറെ ആശങ്കകളാണ് 2 പക്ഷത്തുള്ളത്. എങ്കിലും പ്രതിപക്ഷത്താണ് ഇപ്പോൾ കൂടുതൽ പ്രതീക്ഷ എന്ന് പറയാതിരിക്കാൻ കഴിയും. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് കള്ളിവയലിൽ ഞങ്ങൾക്കൊപ്പം ഇത്രയധികം സമയം ചെലവഴിച്ചതിന്. നമുക്കൊരു